അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മോർ പെയേഴ്സ് അല്ലേ. 2 boxes again, one containing 10 slips numbered 1 to 10 and the 5 slips from 1 to 5. One slip is taken from each box as usual. What are the probability of both being odd? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ബോക്സുകളുണ്ട്. ഒരു ബോക്സിൽ എന്താണ് 1 to 10 നമ്പേഴ്സും അതുപോലെ തന്നെ 1 to 5 നമ്പേഴ്സാണ്, 5 വരെയുള്ള നമ്പറാണ് മറ്റേ ബോക്സിൽ എന്ന് വെച്ചാൽ ബോക്സ് നമ്പർ 2-ലും ഉള്ളത്. ഇതിൽ ചോദിക്കുന്നത് എന്താണ്, രണ്ടും ഓഡ് നമ്പേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ രണ്ടും ഓഡ് നമ്പേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് എഴുതുക? ഇതാ താഴെ തന്നിട്ടുണ്ട് അല്ലേ. 1 1 2 ബോക്സിൽ നിന്നും 1 എടുക്കാൻ സാധ്യതയുണ്ട്. 1 2 1 3 1 4 and 1 5. ദെൻ 2 1 2 2 2 3 2 4 2 5. കാരണം എന്താണ്, 10 ആണ് ഫസ്റ്റ് ബോക്സിലുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. അങ്ങനെ 10 വരെയുള്ള പെയേഴ്സ് നമ്മൾ എഴുതും. 3 1 3 2 3 3 3 4 3 5 ആൻഡ് 4 1 4 2 4 3 4 4 4 5 5 1 5 2 5 3 5 4 5 5 അങ്ങനെ 10 1 10 2 10 3 10 4 10 5 വരെ എഴുതുന്നു. അപ്പോൾ മൊത്തം എത്ര പെയേഴ്സ് ഉണ്ട്? 50 പെയേഴ്സ്. എങ്ങനെയാണ് കിട്ടുന്നത്? ഇതാ ഇവിടെ 10 പെയേഴ്സ് ഉണ്ട്, 10 into 5 പെയേഴ്സ്. അപ്പോൾ 10 into 5 ടോട്ടൽ 50 പെയേഴ്സ് ആണുള്ളത്. അപ്പോൾ 50 ഡിഫറെൻറ്റ് വേസിൽ നമുക്കതിനെ ചൂസ് ചെയ്യാം എന്ന് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഓഡ് നമ്പേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി. 2 നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. നമ്പേഴ്സ് 1 3 5 7 9 അല്ലേ. 1 3 5 7 9 ആണ് മാത്രമാണെന്ത് ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? 1 3 5 7 9 ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? 1 1 വരും, 1 3 വരും, 1 5 വരും. ഇവിടെയോ 2-ൽ ഏതും വരില്ല അല്ലേ. എല്ലാം എന്താണ്, ഈവൺ നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് രണ്ടും ഓടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ എത്ര എണ്ണം വന്നു? 3 എണ്ണം വന്നു. ഓക്കെ, ഇവിടെ വരില്ല. ദെൻ തേർഡ് വൺ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്ത് വരും? ഇവിടെ 3 1 വരും, 3 2 വരില്ല, 3 3 വരും, 3 5 വരും. ഇവിടെയും 3 അല്ലേ. അടുത്തത് ഈവൺ നമ്പറാണ്, 4 1 എന്നാണ് വരിക. അപ്പോൾ അത് അടുത്തത് വരില്ല. 5-ൽ വരും, ഇതേപോലെ 3 ആണ് വരിക. ദെൻ 6-ൽ വരില്ല, 7th റോയിൽ വരും. 7th റോയിൽ എത്രയാണ്? ഇതേപോലെ 3 വരും. 8-ൽ വരില്ല, 9th വരും 3. അപ്പോൾ 3 3 3 3. അപ്പോൾ 3 5 ടൈംസ്, 3 പെയേഴ്സ് 5 ടൈംസ് ആണ് വരുന്നത്. സോ എത്രയായിരിക്കും പ്രോബബിലിറ്റി? 5 into 3 is equal to 15. 15 പെയേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? 15/50 is equal to 3/10. ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് 3/10 ആക്കുന്നു. സിമിലർലി ക്യാൻ യു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൺ നമ്പേഴ്സ്? ഇതുപോലെ തന്നെ നമുക്ക് ഈവൺ നമ്പേഴ്സ് കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്തൂടെ? നോക്കൂ, നമ്മൾ പറഞ്ഞു ഇവിടെ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്തായിരിക്കില്ല? ഈവൺ നമ്പേഴ്സ്, ബോത്ത് നമ്പേഴ്സ് ആർ ഈവൺ നമ്പേഴ്സ് എന്നുള്ള കണ്ടീഷൻ അവിടെ വരില്ല. അപ്പോൾ ബാക്കിയുള്ള 2-ലും 4-ലും 6-ലും 8-ലും ആയിരിക്കും, അതുപോലെ 10-ലും 2 4 6 8 10 ഭാഗങ്ങളിലായിരിക്കും ചാൻസസ് ഉള്ളത്. അവിടെയും ഇതുപോലെ എന്തൊക്കെയാണ് വരിക? 2 2 2 4 രണ്ടെണ്ണം വീതമാണ് വരിക. ഓക്കെ, ഇവിടെ 2 2 2 4 വരും, 6 ഇല്ല. സോ എന്താണ്? 2. അതുപോലെ അടുത്തതിൽ എന്താണ്? 4 2 4 4. അപ്പോൾ അവിടെയും 2. ദെൻ 6 4 6 2 6 4 അവിടെയും 2. അപ്പോൾ അങ്ങനെ 5 പെയേഴ്സാണ് വരുന്നത്. 2 into 2 into 2 into 2. അപ്പോൾ 2 into 2 into 2 into 2 എന്ന് പറയുന്നത് 2 raised to 5 എന്നർത്ഥം അല്ലേ. 2 raised to 5 എന്ന് പറഞ്ഞാൽ എത്ര പെയേഴ്സായി? 2 raised to 5 ആണ്, which is equal to 2 into 2 4 4 4 16 16 into 2 32 പെയേഴ്സായി. അപ്പോൾ 32/50 ആണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. ഇനി അടുത്ത പ്രോബ്ലം നോക്കൂ. വൺ മോർ പ്രോബ്ലം. ദർ ആർ 50 മാംഗോസ് ഇൻ എ ബാസ്ക്കറ്റ്. 50 മാംഗോസ് ഉണ്ട് ഒരു ബാസ്ക്കറ്റിനകത്ത്. 20 ഓഫ് വിച്ച് ആർ അൺറൈപ്പ്. 20 പഴുക്കാത്തതാണ്. അനദർ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 40 മറ്റൊന്നിൽ 40 മാംഗോസ് ആണുള്ളത്. വിത്ത് 15 അൺറൈപ്പ്. 15 പഴുക്കാത്തതാണ്.
If we take one mango from each basket, what is the probability of both being ripe? അപ്പോൾ ഓരോന്നും നമ്മൾ 2 ബാസ്ക്കറ്റിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണെങ്കിൽ രണ്ടും റൈപ്പായതെന്ന് വെച്ചാൽ പഴുത്തതാവാനുള്ള സാധ്യത എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ വി ചൂസ് എ പെയർ ഓഫ് മാംഗോസ്, 1 ഫ്രം ഈച്ച് ബാസ്ക്കറ്റ്? സോ ദർ ആർ 50 × 40 = 2000 വേയ്സ്. എത്ര മാംഗോസ് ഉണ്ട് ടോട്ടൽ? 50 ഉണ്ട്, 40 ഉണ്ട്. അപ്പോൾ 50 × 40 ടോട്ടൽ എത്ര വേയ്സ് ഉണ്ട്? ഇങ്ങനെയാണ് എളുപ്പ വഴി പറയുന്നത് കേട്ടോ. നമ്മൾ എഴുതി കണ്ടെത്തിയതിന് പകരം ഒരുപാട് നമ്പേഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, എത്ര മാംഗോസ് ആണ് ടോട്ടൽ ഉള്ളത് അത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. അതാണ് ഇവിടെയും പറഞ്ഞത് 10 × 5. ഓക്കെ, സോ 50 × 40 = 2000 വേയ്സ് ആണുള്ളത്. ദ ഫസ്റ്റ് ബാസ്ക്കറ്റ് ഹാസ് 20 അൺറൈപ്പ് ഫ്രൂട്ട്സ് അല്ലേ. അപ്പോൾ 50 - 20 30 റൈപ്പും, അതുപോലെ 40 - 15 25 ആണ് ബാസ്ക്കറ്റ് 2 ഉള്ളത് അല്ലേ. ഇനി ഈച്ച് റൈപ്പ് മാംഗോ ഫ്രം ദിസ് ഫസ്റ്റ് ബാസ്ക്കറ്റ് പെയർഡ് വിത്ത് എ റൈപ്പ് മാംഗോ ഫ്രം ദ സെക്കൻഡ് ഗീവ്സ് 30 × 25. അപ്പോൾ 30 ഫസ്റ്റ് ബാസ്ക്കറ്റിലെ 30 റൈപ്പ് മാംഗോസും സെക്കൻഡ് ബാസ്ക്കറ്റിലെ 25 റൈപ്പ് മാംഗോസും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 750 പെയേഴ്സ് ആണ് എന്ത് ടോട്ടൽ റൈപ്പ് മാംഗോസ്. ഏതിലുള്ളത്? ബാസ്ക്കറ്റ് 1ലെയും ബാസ്ക്കറ്റ് 2ലെയും ചേർത്തിട്ട്. അപ്പോൾ 750, അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതും? 750/2000 ആണ് എന്ത് പ്രോബബിലിറ്റി. നമ്മളോട് ചോദിച്ചിട്ടുള്ള 2 ബാസ്ക്കറ്റിൽ നിന്നും ഓരോ മാംഗോസ് വീതം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈപ്പ് മാംഗോസ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 750/2000 ആണ്. ഇനി ഇതേപോലെ ചോദിച്ചിട്ടുള്ള എന്താ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും. ഓക്കെ, ഒന്നുകിൽ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പഴുത്തതാവാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ നോക്കൂ, 30 × 15. എന്താണ് 30 × 15? 30 മാംഗോസാണ് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ, അതിൽ എന്താണ് 15 മാംഗോസാണ് എന്ത് സെക്കൻഡ് ബാസ്ക്കറ്റിൽ അൺറൈപ്പ് ആയിട്ടുള്ള. അപ്പോൾ 30 × 15 + 20 × 25. ഓക്കെ, 20 × 25. 30 ക്ലിയർ ആയി പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മീൻസ് 1 റൈപ്പ് അറ്റ് ദ ഈച്ച് അത് അൺറൈപ്പ്. ഒന്ന് റൈപ്പും ഒന്ന് അൺറൈപ്പ് ആവാം. അതുപോലെ തന്നെ എന്താവാം, ബോത്ത് ആർ രണ്ടും റൈപ്പ് മാംഗോസും ആവാം. ഓക്കെ, ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒന്നെങ്കിലും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ദീസ് 1 റൈപ്പ് ആൻഡ് അതർ അൺറൈപ്പ് ക്യാൻ occur in 2 ways. 2 വേസിലാണ് സംഭവിക്കുക. ദ ഫസ്റ്റ് റൈപ്പ് ആൻഡ് ദ സെക്കൻഡ് അൺറൈപ്പ്. ഒന്ന് റൈപ്പും ഫസ്റ്റ് 1 റൈപ്പ് ആവാം, സെക്കൻഡ് 1 അൺറൈപ്പ് ആവാം. or the other way round, thus the total number of pairs with only 1 ripe is. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എങ്ങനെയാണ് നോക്കൂ. ഫസ്റ്റ് 1 30 എന്താണ് റൈപ്പ് മാംഗോസ് അല്ലേ. ഫസ്റ്റ് 1 റൈപ്പും സെക്കൻഡ് 1 അൺറൈപ്പും, അപ്പോൾ 15 അല്ലേ. ദെൻ പ്ലസ് ഫസ്റ്റ് 1 റൈപ്പും ഫസ്റ്റ് 1 അൺറൈപ്പും സെക്കൻഡ് 1 റൈപ്പും. ഫസ്റ്റ് 1 അൺറൈപ്പിൻ്റെ 20, സെക്കൻഡ് 1 റൈപ്പും. ഓക്കെ, അപ്പോൾ 20 × 25 അതാണ് എന്ത് 30 × 15 എന്ന് പറയുന്നത് 450, 20 × 25 എന്ന് പറയുന്നത് 500. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 950. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. കൺഫ്യൂഷൻ ആവാനുള്ളതൊന്നുമില്ല, ശ്രദ്ധിക്കുക. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് ടോട്ടൽ മാംഗോസാണ് 2 ബാസ്ക്കറ്റിലെയും 15 40. 20 15 എന്ന് പറയുന്നത് അൺറൈപ്പ് ആയിട്ടുള്ള മാംഗോസിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, പഴുക്കാത്തത് അല്ലേ, അതിനെ മൈനസ് ചെയ്തതാണ്. അപ്പോൾ ഇതെന്താണ് റൈപ്പായത് എന്ന് വെച്ചാൽ പഴുത്ത മാംഗോസാണ് 30ഉം 25. നമ്മളോട് പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് പഴുക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ രണ്ടൊന്നും ഓരോന്നും നമ്മൾ എടുക്കുമല്ലോ, ഏതെങ്കിലും ഒന്നെങ്കിലും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചാൻസസ് വരിക? ആദ്യത്തെ പഴുത്തിട്ട് രണ്ടാമത്തെ പഴുക്കാതിരിക്കുക അല്ലേ. അപ്പോൾ ആദ്യത്തെ പഴുത്തതാണെങ്കിൽ എന്താണ് 30 എണ്ണം ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ പഴുക്കാത്തതാണെങ്കിൽ 15 എണ്ണം. അപ്പോൾ 30 × 15 പ്ലസ് പിന്നെന്താണ് ആദ്യത്തെ പഴുക്കാത്തതാവാം, അപ്പോൾ 20 × 25. രണ്ടാമത്തെ എന്താവാം പഴുത്തതാവാം, അപ്പോൾ 25. അപ്പോൾ 20 × 25 അതിന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ദ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് റൈപ്പ് ഈസ് 750. രണ്ടും പഴുത്തിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് 750 ആണെന്ന് മനസ്സിലായി. ടേക്ക് ഓൾ ദീസ് ടുഗദർ ദ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 1. ഇപ്പോൾ എന്താണ് രണ്ടും പഴുത്തിട്ടുള്ള സാധ്യതകളും ആവാമെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 950 + 750
ചെയ്താൽ മാത്രമാണ് എന്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നത് 1700. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നെങ്കിലും ആവാനുള്ള സാധ്യത എന്നാണ്. ഏതെങ്കിലും ഒന്നെങ്കിലും, അത് ഒന്നെങ്കിലും റൈപ്പ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും പഴുക്കണം. പക്ഷേ രണ്ടും ആവാൻ പാടില്ല എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്, ഒന്നുകിൽ ഫസ്റ്റ് വൺ റൈപ്പായിട്ട് രണ്ടാമത്തെ ആവാതിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് വൺ റൈപ്പ് ആവാതെ സെക്കൻഡ് വൺ റൈപ്പ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും റൈപ്പ് ആവാം. ഓക്കെ, ഇനി ലാസ്റ്റ് എക്സസൈസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ക്ലാസ് 10A there are 30 boys and 20 girls, and 10B there are 15 boys and 25 girls. One student is to be selected from each class. എന്താണ്, ഒരു 10th Aയിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്, 10th Bയിൽ 15 ബോയ്സും 25 ഗേൾസും ആണുള്ളത്. രണ്ട് ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻസിനെ വീതം സെലക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ട് കുട്ടികളും എന്ന് വെച്ചാൽ ക്ലാസ് എയിൽ നിന്നും ബിയിൽ നിന്നും സെലക്ട് ചെയ്ത കുട്ടികൾ ഗേൾ ആവാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നോക്കൂ, ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണെന്ന് കണ്ടെത്തണം അല്ലേ. ടോട്ടൽ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞത്, ഫസ്റ്റ് ക്ലാസ്സിൽ 10th Aയിൽ ടോട്ടൽ കുട്ടികൾ എത്രയാണ്? 30 + 20 50 അല്ലേ, 30 + 20. ആൻഡ് സെക്കൻഡ് ക്ലാസ്സിൽ 10th Bയിൽ 15 + 25 40. അപ്പോൾ 50 × 40 2000 വേസ് അല്ലെങ്കിൽ 2000 ആണ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ഫസ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ടോട്ടൽ ഗേൾസ് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ടോട്ടൽ ഗേൾസ് എത്രയാണ് നോക്കൂ. ഫസ്റ്റ് ക്ലാസ്സിൽ 20 ഗേൾസും സെക്കൻഡ് ക്ലാസ്സിൽ 25 ഗേൾസും ആണ്. അപ്പോൾ എന്താ ചെയ്യുക? 20 × 25 = 500 ഗേൾസ്. അപ്പോൾ ഈ ടോട്ടൽ 2000 വേസിൽ രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേൾസ് ആവാനുള്ള സാധ്യത എത്രയാണ്? 20 × 25 500/2000 എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളയുമ്പോൾ എന്താണ് കിട്ടുക? 1/4 ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ബോയ്സ് ആവാനുള്ളതോ അതും ഇതുപോലെ തന്നെയാണ്. ബോയ്സിൻ്റെ എണ്ണം എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 30 ബോയ്സ് ആൻഡ് 15 ബോയ്സ്. അപ്പോൾ 30 × 15 = 450. 450/2000 ആണെന്ത്? ബോയ്സ് ആവാനുള്ള, രണ്ട് ക്ലാസ്സിൽ നിന്നും ബോയ്സ് ആവാനുള്ള സാധ്യത. മീൻസ് 9/40. നമ്പർ ഓഫ് പെയേഴ്സ് ഇൻ വിച്ച് 1 ബോയ് ആൻഡ് 1 ഗേൾ രണ്ട് ക്ലാസ്സിൽ നിന്നും എടുക്കുന്ന സമയത്ത് ഒരു ഗേളും ഒരു ബോയും വരാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2000-ൽ നിന്ന് ബോയ്സ് + ഗേൾസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ഗേളും ഒരു ബോയും വരാനുള്ള സാധ്യത എത്രയാണെന്ന് കിട്ടും. 2000 - 500 ആണ് ഗേൾസ് മാത്രം വരാനുള്ള സാധ്യത. അതുപോലെ 450 ആണെന്ത്? ബോയ്സ് മാത്രം വരാനുള്ള സാധ്യത. അതിന് എന്ത് ചെയ്യണം? രണ്ടും കൂടി പ്ലസ് ചെയ്ത് 500 + 450 2000 - 950 ചെയ്ത് കഴിഞ്ഞാൽ 1050 എന്ന് കിട്ടും. 1050 ആണ് ചാൻസ് എന്ത്? ഒരു ബോയും ഒരു ഗേളും വരാൻ. കാരണം എന്താ? ഇവിടുന്ന് ബോയും ഇവിടുന്ന് ഗേളും വരാം, അതുപോലെ തിരിച്ചും വരാലോ. ഇവിടുന്ന് ബോയും ഇവിടുന്ന് ഗേളും വരാം അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 4th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്? അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്നെങ്കിലും ബോയ് ആവാനുള്ള സാധ്യത. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു? ഒരാളെങ്കിലും ആവാനുള്ള സാധ്യതയും കണ്ടണം. അതുപോലെ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടും ബോയ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ബോയ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1050-ൽ നിന്ന് 50-ലെ കൂടെ എന്ത് ചെയ്യണം? ഇവിടെ 1 ബോയ് ആൻഡ് 1 ഗേളിൻ്റെ ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയിൻ്റെ ചാൻസ് ആണ് ഇത് അല്ലേ. 1050-യുടെ കൂടെ രണ്ടും ബോയ് ആവാനുള്ള സാധ്യത എത്രയാണ്? 450. അതിനെ ആഡ് ചെയ്യണം. 1050 + 450 = 1500. 1500/2000 ആണെന്ത്? അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. 0 കട്ട് ചെയ്യാം. ദെൻ 15/20 എന്ന് പറയുന്നത് എത്രയാണ്? 5 3s 15 ആൻഡ് 5 4s 20. അപ്പോൾ 3/4 ആണ് എൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 1 ഈസ് ആസ്ക്ഡ് ടു സേ 2 ഡിജിറ്റ് നമ്പർ. ഒരാളോട് 2 ഡിജിറ്റ് നമ്പർ പറയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം?
എത്ര പ്രോബബിലിറ്റി ഉണ്ട് ആ 2 ഡിജിറ്റ്സും സെയിം ആവാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ 2 ഡിജിറ്റ്സ് സെയിം ആവുക. എങ്ങനെയൊക്കെയാണ് 2 ഡിജിറ്റ്സ് സെയിം ആവുക നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് 2 ഡിജിറ്റ്സ് ബീയിങ് സെയിം എന്ന് പറഞ്ഞാൽ 9 ആണ്. കാരണം എന്താ, 2 ഡിജിറ്റ്സ് 1 to 100 എന്നാണ് പറയുന്നത് കേട്ടോ. 100-നുള്ളിലുള്ള 2 ഡിജിറ്റ്സ് നമ്പേഴ്സാണ് പറയുന്നത്. മീൻസ് 100-നുള്ളിലാണ് എന്തുള്ളൂ, 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ 100 വരെയുള്ളതിൽ നോക്കൂ 11, 22, 33, 44, 55, 66, 77, 88, 99 ഈ 3 നമ്പേഴ്സേ ഉള്ളൂ എന്ത്, 2 ഡിജിറ്റും സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ എത്രയാണ്, 1, 2, 3, 4, 5, 6, 7, 8 and 9. അപ്പോൾ ടോട്ടൽ 90 നമ്പേഴ്സിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ടോട്ടൽ എത്രയാണ്, 90 ആണ്. അതിൽ നിന്ന് 9 നമ്പേഴ്സ് മാത്രമാണ് എന്ത്, സെയിം നമ്പേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 9/90 ആണ് പ്രോബബിലിറ്റി. അത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 1/10 എന്ന് കിട്ടുന്നു. ഇനി സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ. ഇനി സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെയാണ്, ഫസ്റ്റ് ഡിജിറ്റ് എന്താണ് വലുതായി കാണണം. അപ്പോൾ എന്തൊക്കെയാണ് വരിക, 10, 20, 21, 30 കണ്ടോ, 0-നേക്കാൾ വലുതാണ് ഇവിടെ 3, 1-നേക്കാൾ വലുതാണ് 3, അങ്ങനെയുള്ള നമ്പേഴ്സാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 32, 40, 41, 42 അങ്ങനെ പോയിട്ട് അവസാനം എന്താണ് 91, 92, 93, 94, 95, 96, 97, 98 വരെ കിട്ടും. 99 വരില്ല, കാരണം എന്താണ്, ഈക്വൽ ആവും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ ഗ്രേറ്റർ ആവുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്, ഇങ്ങനെ വരുന്നതിൽ ടോട്ടൽ നമ്പേഴ്സ് ഞാൻ ഫുൾ ഇവിടെ എഴുതാത്തതാണ്. ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 45 ആണ് വരിക. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇങ്ങനെ ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്ന 45 നമ്പേഴ്സാണുള്ളത് 2 ഡിജിറ്റ്സിൽ. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 90 ആണ്. 45/90 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനുള്ള പ്രോബബിലിറ്റി. എത്രയാണ് 45/90 എന്ന് പറയുന്നത്, 1/2. ദെൻ ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ദാൻ സെക്കൻഡ്, ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്താ വരിക, 1 to 12, 13, 14, 15, 16, 17, 18 അങ്ങനെ തുടങ്ങി അവസാനം എന്ത് വരും, 69, 78, 79, 89. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് അറിയോ, 36 ആണുള്ളത്. ഓക്കെ, ഇതുപോലെ സെക്കൻഡ് ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റിനേക്കാൾ വലുതാവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര എണ്ണമാണ്, 36 ആണ്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 ആണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ 36 പ്രോബബിലിറ്റി ആണുള്ളത്. 36/90 എന്ന് പറയുന്നത് 2/5 ആണ് പ്രോബബിലിറ്റി. ക്ലിയർ അല്ലേ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഈച്ച് 2 ഡിജിറ്റ് നമ്പർ ഈസ് റിട്ടൺ ഓൺ എ പേപ്പർ സ്ലിപ്പ് ആൻഡ് ദീസ് ആർ all put in a box. What is the probability the product of digits of a number drawn is a prime number? What if 3 digit numbers are used? എന്താ പറയുന്നത്, 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ ബോക്സിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ആ ഡിജിറ്റ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യില്ലേ, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ പ്രൈം നമ്പറായിട്ട് വരാനുള്ള സാധ്യത എത്രയാണുള്ളത്, അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. നോക്കൂ, 2 ഡിജിറ്റ്സിൽ പ്രോഡക്റ്റ് പ്രൈം നമ്പറായിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 2 ഡിജിറ്റ് നമ്പേഴ്സ് ടോട്ടൽ 90 ആണ്. നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 90 ആണ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ പ്രോഡക്റ്റ് പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത ഇതിലൊക്കെയാണ് 1, 2, 12, 13, 15, 17, 21, 31, 51, 71 ഇത്രയേ ഉള്ളൂ പ്രൈം നമ്പേഴ്സിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പ്രൈം നമ്പർ തന്നെ കിട്ടാറുള്ള സാധ്യത. അപ്പോൾ എത്ര എണ്ണമാണ് വന്നത്, 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 എണ്ണമാണ് എന്തുള്ളത്, പ്രോഡക്റ്റ് പ്രൈം നമ്പർ ആയിട്ട് വരുന്നുള്ളൂ. ടോട്ടൽ എത്രയാണ്, ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ 8/90 ആണ് പ്രോബബിലിറ്റി. 4/45 എന്ന് കട്ട് ചെയ്യുമ്പോൾ കിട്ടും. ദെൻ ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതുപോലെ ടോട്ടൽ 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 100 തൊട്ട് 999 വരെയുള്ളതാണ് അല്ലേ. അപ്പോൾ 100 തൊട്ട് 999 വരെയുള്ള നമ്പേഴ്സ് എത്രയാണ്, 900 നമ്പേഴ്സാണുള്ളത്. ഓക്കെ, 999 വരെ, 100 തൊട്ട് 999 വരെ എന്താണ് 900 നമ്പേഴ്സാണുള്ളത്. അതിൽ ഇതുപോലെ പ്രൈം നമ്പേഴ്സ് ആവാനുള്ള സാധ്യത എത്രയുണ്ടെന്നാണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്, 112, 113 ഇതേപോലെ തന്നെ 112, 113, 115
ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 1 × 1 × 7 ചെയ്യുമ്പോൾ എന്താ കിട്ടുക 7. 1 × 2 × 1 2. അപ്പോൾ അതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8 8 ഉള്ളത്. അപ്പം 900 ടോട്ടൽ നമ്പേഴ്സിൽ 3 ഡിജിറ്റ്സിൽ 8 മാത്രമേ എന്തുള്ളൂ പ്രൈം നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ 8/900 = 2/225 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഈ പറയുന്നത് 2 dice with faces numbered 1 to 6 are rolled together. What are the possible sums? Which of these sums has the maximum probability? എന്താണ് ചോദിക്കുന്നത്? നോക്കൂ, 1 to 6 നമ്പേഴ്സ് ഉള്ള 2 ഡൈസ് ഒരുമിച്ച് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ 1 to 6 ഇതൊരു റോൾ നമ്പർ, ഡൈസ് 1ഉം ഇത് ഡൈസ് 2 ആണെന്ന് എടുക്കുക. രണ്ടും ഒരുമിച്ച് റോൾ ചെയ്യുകയാണ്. ഇപ്പോൾ 1 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ സമ്മ്? 2. 1 2 വന്നാൽ 3. 1 4 വന്നാൽ അതിൻ്റെ സമ്മ് എന്നുവെച്ചാൽ ഫസ്റ്റ് 1ൽ 1ഉം സെക്കൻഡ് 1ൽ 1ഉം വന്നാൽ 2 ആയിരിക്കും സമ്മ് അല്ലേ. ഫസ്റ്റ് 1ൽ 2ഉം സെക്കൻഡ് 1ൽ 1ഉം വന്നാൽ 3. അങ്ങനെ നമ്മൾ സമ്മ് നോക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെയും 6 വരെയുള്ളത് ഞാനിവിടെ സമ്മ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏതാണെന്ന് നോക്കൂ. 2 നോക്കൂ എത്ര തവണ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ 1. 3 നോക്കൂ 2 times. 4 3 times അല്ലേ. 5 4 times. 6 2 3 4 5 times അല്ലേ. ഇനി 8 നോക്കൂ 1 2 3 4 5 times. 9 4 times. 10 3 times. 11 2 times and 12 1 time. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് 1 2 3 4 5 6 ടൈംസ് ആണ് എന്ത് വന്നിട്ടുള്ളത്? 7 വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള സം ഏതാണ്? 7 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ആസ് 7 comes as sum 6 times it has the most probability. 7 ആണ് ഏറ്റവും കൂടുതൽ വന്നത് എന്നുള്ളത് കൊണ്ട് അതിനാണ് കൂടുതൽ പ്രോബബിലിറ്റി. അത് 6 times ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 6/36. എങ്ങനെ കിട്ടിയത്? 2 ഡൈസിലും 6 വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. സോ 6 × 6 36. ഈ പെയേഴ്സാണ് കേട്ടോ. ഈ സമ്മ് കിട്ടിയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? 36 എണ്ണമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആ 36 ടോട്ടൽ സമ്മിൽ 7 ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. 6 times കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6/36 ആണ് ഇതിൻ്റെ പ്രോബബിലിറ്റി, which is equal to 1/6. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ 3 കഴിഞ്ഞു. ഇതിൽ മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.